ഒരു കാര്യം, ഒരു അമല് സ്വാലിഹാകണമെങ്കിൽ 6 കാര്യങ്ങളോട് യോജിക്കണം എന്ന് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. 6 കാര്യങ്ങളോട് യോജിക്കുമ്പോഴേ ഒരു അമല് സ്വാലിഹാകും. ഒന്നാമത്തേത് സബബ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. സബബ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്ത് ചെയ്യാനുണ്ടായ കാരണം, സബബ് ശർഅ് പഠിപ്പിച്ചതായാൽ മാത്രമേ ഈ ഇബാദത്ത് സാലിഹാകൂ. ശർഅ് പഠിപ്പിക്കാത്ത കാരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരാൾ ഒരു ഇബാദത്ത് ചെയ്തത് എങ്കിൽ ഈ ഇബാദത്ത് ബാത്തിലാണ്, സാലിഹല്ല. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ റജബ് 25 നോമ്പ്. റജബ് 25 നോമ്പ് ഒരാൾ നോക്കുന്നു. നോമ്പ് നോക്കുക എന്നുള്ളത് ഇബാദത്താണ്. നോമ്പ് നോക്കുന്ന ആള് റസൂലുള്ള പഠിപ്പിച്ച നോമ്പേ നോക്കൂ. എങ്ങനെ? ഫജറിന് മുമ്പ് അത്തായം കഴിച്ച്, അല്ലെ, ഫജർ മുതൽ സൂര്യാസ്തമിക്കുന്നത് വരെ പട്ടിണി കിടന്ന് കൃത്യമായി സാധാ നോമ്പ് തന്നെ നോക്കുക. ആ നോമ്പ് സാലിഹാകണമെങ്കിൽ റജബ് 25 എന്ന കാരണം ശർഅ് പഠിപ്പിച്ചതാകണം. ശർഅ് പഠിപ്പിക്കാത്ത കാരണമാണ് റജബ് 25 നോമ്പ് നോക്കുക എന്നുള്ളത്. റജബ് 25 എന്നുള്ളതാണ് കാരണം. എന്തിനാണ് നീ ഇന്ന് നോമ്പ് നോറ്റത്? ഇത് റജബ് 27 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയത് ഇന്നാണ്, അതുകൊണ്ടാണ് നോമ്പ് നോക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി മിഅ്റാജ് പോയത് ഇന്നാണെന്നും അതുകൊണ്ട് റജബ് 25 നോമ്പ് നോക്കണമെന്നും റസൂല പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഈ നോമ്പ് സാലിഹല്ല. കാരണം സബബ് ശർഇനോട് യോജിച്ചില്ല. നമ്മുടെ അമല് ഒരു കാരണവുമായി ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ ആ കാരണം ശർഇനോട് യോജിക്കുന്നില്ല എങ്കിൽ, ശർഅ് പഠിപ്പിച്ചതല്ല എങ്കിൽ നമ്മുടെ അമല് ബാത്തിലാണ്, സാലിഹല്ല. രണ്ടാമത്തേത് കൈഫിയത്ത്. നമ്മൾ ചെയ്യുന്നൊരു അമല്, ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് നാം ഒരു കൈഫിയത്തിലൂടെയാണ് ചെയ്യുന്നത്, ഒരു രൂപത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ ആ രൂപത്തിലൂടെയാണ് ആ ഇബാദത്ത് ചെയ്യേണ്ടത്, എന്നാലാണ് കൂലി കിട്ടുക എന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ കൈഫിയത്ത് ശർഅ് പഠിപ്പിച്ചതാകണം. ശർഅ് പഠിപ്പിക്കാത്തൊരു കൈഫിയത്ത് ഏതെങ്കിലും ഒരു ഇബാദത്തിൽ നമ്മൾ നിശ്ചയിക്കുകയും ആ കൈഫിയത്തിലൂടെ നിർവഹിക്കുന്നതിനാൽ കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ആ ഇബാദത്ത് സാലിഹല്ല, ബാത്തിലാണ്. ഉദാഹരണത്തിന് എല്ലാവരും കൂടിയിരിക്കുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു, എല്ലാവരും ഏറ്റു ചൊല്ലുന്നു. റസൂലുള്ളാഹി സഹാബകളുടെ കാലത്ത് നടന്നൊരു സംഭവം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ശക്തമായി എതിർത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി ഇരുന്നിട്ടുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്. ഒരു ലീഡർ ഉണ്ട്. ആ ലീഡർ പറയും, ഹല്ലിലൂ മിഅ, നിങ്ങൾ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. അപ്പോൾ എല്ലാവരും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറയും. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും ഈ ലീഡറിന്റെ മുമ്പിൽ 2 കുഴിയുണ്ട്. ഒരു കുഴി നിറയെ കല്ലുണ്ട്, 100 കല്ല്. ഓരോ ലാ ഇലാഹ പറയുമ്പോൾ കല്ലെടുത്ത് അപ്പുറത്തേക്ക് വെക്കും, 100 കല്ല് എണ്ണും, ഇങ്ങനെ എണ്ണും. സബ്ബിഹൂ മിഅ, നിങ്ങൾ 100 സുബ്ഹാനല്ലാഹ് പറയുമെന്ന് പറയും. അപ്പോൾ എല്ലാവരും സുബ്ഹാനല്ലാഹ് പറയും. ഇത് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു കാണാണ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ സുബീക്ക്. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു നേരെ ഓടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, തങ്ങളെ പള്ളിയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്, വന്ന് നോക്ക്, ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു അമല്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളി വരുമ്പോൾ കാണുന്നത് ഇതാണ്. ശക്തമായി അവരെ എതിർത്തു, ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് നുരിമ്പിച്ചു പോയിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അപ്പോഴേക്ക് നിങ്ങൾ ദീനിൽ പുതുതായി ഒന്ന് കൊണ്ടുവരികയാണോ എന്ന് പറഞ്ഞ് ചൂടായി. അപ്പോൾ ആ കൂടിയിരുന്നവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, യാ അബാ അബ്ദുറഹ്മാൻ, നമ്മൾ മാ അറദ്നാ ഇല്ലാ ഖൈറ, നമ്മൾ നന്മയല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പുണ്യ ഇബാദത്തല്ലേ, ദിക്റല്ലേ, സുബ്ഹാനല്ലാഹല്ലേ, അൽഹംദുലില്ലല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, ഇതല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എത്ര ഹൈർ ഉദ്ദേശിക്കുന്നവരാണ് അവർക്ക് ആ ഹൈർ നേടാൻ പറ്റുന്നില്ല. കാരണം അവർ ഹൈർ ഉദ്ദേശിക്കുന്നവർ ചെയ്യുന്നത് ആര് പഠിപ്പിച്ചതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. എത്ര ഹൈർ ഉദ്ദേശിച്ച ആൾക്കാരാണ്, അവർക്ക് ആ ഹൈർ നേടാൻ പറ്റുന്നില്ല. ആ ഹദീസ് ഉദ്ധരിച്ച റാവി പറയാൻ, പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമ വിമർശിച്ച പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ദിക്ർ ചെയ്ത ആ കൂട്ടരെ നമ്മൾ കാണുന്നത് നെഹ്റുവാൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഖവാരിജുകളുടെ കൂട്ടത്തിലാണ്.
അപകടമാണ്. വിദേഹത്ത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ പുതിയ രൂപം ഉണ്ടാക്കുക, കൈഫിയത്ത് ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വിധേയികൾ ഓരോ വിഭാഗത്തിനും പുതിയ പുതിയ കൈഫിയത്ത് ഉണ്ടാക്കലാണ്. നല്ലതല്ലേ? മുസ്ലിയാക്കന്മാരും മൗലവിമാരൊക്കെ അതിന് സപ്പോർട്ടുമാണ്. ചെയ്തോട്ട്, ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നു പോകണ്ട, അവർക്ക് അങ്ങനെ ആഗ്രഹം അങ്ങനെ ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൈഫിയത്ത് ഉണ്ടാക്കുക പറ്റില്ല. ഇബാദത്തുകൾക്ക് കൈഫിയത്ത് അള്ളാഹു അള്ളാൻ്റെ റസൂൽ നിശ്ചയിക്കണം. അള്ളയും അള്ളാൻ്റെ റസൂൽ നിശ്ചയിക്കാത്ത രൂപത്തിൽ ആ രൂപത്തിൽ നിർവഹിക്കൽ ഇബാദത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യൽ ബിദ്അത്താണ്. ഇല്ലേ? അല്ലാതെ ഒരു ഇബാദത്ത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ഒരു രീതി നിശ്ചയിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഖുർആൻ ഓതുന്നു, എല്ലാ ദിവസവും രാവിലെ 2 ജുസ് ഓതും, വൈകുന്നേരം 2 ജുസ് ഓതും, ബിദ്അത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അയാൾ പറയുന്നത് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് 2 ജുസ് ഓതാൻ സൗകര്യമുണ്ട്, അപ്പോൾ ഞാൻ ഓതും. ജോലി ചെയ്ത് വന്നാൽ ഞാൻ 2 ജുസ് ഓതും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആവാം. ഒരാൾ വിശ്വസിക്കാണ് ഡെയിലി രാവിലെ 2 ജുസ് ഓതൽ പുണ്യമുള്ള കാര്യമാണ്, രാത്രി 2 ജുസ് ഓതൽ പുണ്യമുള്ള കാര്യമാണ്. നമ്മളൊരു ബിദ്അത്താണ്. മനസ്സിലായ? ചില ആൾക്കാർ സുബഹിസ്കാരം കഴിഞ്ഞ പാട് ഖുർആൻ ഓതും, മഗ്‌രിബിസ്കാരം കഴിഞ്ഞ പാട് ഖുർആൻ ഓതും, അവരുടെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ചില പള്ളികളിൽ ക്ലാസ് വെക്കും, എല്ലാ വ്യാഴാഴ്ചയും ക്ലാസ്. വ്യാഴാഴ്ച ക്ലാസ് വെക്കൽ പ്രത്യേക ഇബാദത്താണോ? അല്ല. അങ്ങനെ ചോദിച്ചാൽ വിധത്താവും നമ്മൾ പറയുന്നുണ്ട്, അത് സമാനൊക്കെ മക്കാനൊക്കെ പറയുന്നത്. അപ്പൊ കൈഫിയത്ത്, ആ കൈഫിയത്ത് ഇബാദത്താണ് വിശ്വസിക്കുമ്പോഴാണ് വിധത്താവുക. ആ ഇബാദത്തിന്റെ രൂപവും ഇബാദത്താണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ആ രൂപം അടക്കം ഇബാദത്ത് മൊത്തം ബാത്തിലാകുക. മൂന്നാമത്തേത് സമാൻ, കാലം. ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്നത് ഒരു കാലത്താണെങ്കിൽ, ഒരു ദിവസത്തിലാണെങ്കിൽ, ആ ദിവസത്തിൽ അത് ചെയ്യൽ പുണ്യമുള്ളതാണെന്ന് വിശ്വസിച്ചാൽ ആ ഇബാദത്ത് ബാത്തിലാണ്. റബീഉൽ അവ്വൽ 12 അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ ആ ദിവസത്തിൽ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമായതിനാൽ അന്ന് അത് ആഘോഷിക്കൽ ഇബാദത്താണെന്ന് വിശ്വസിക്കുന്നു. ബിദ്അത്താണ്. അള്ളയും അള്ളാഹുവിൻ്റെ റസൂലും നിശ്ചയിക്കാത്ത ഒരു ദിവസത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചാൽ, ഒരാൾ ചെയ്യാണ് എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേക അമൽ ചെയ്യാൻ, തിങ്കളാഴ്ച അമൽ ചെയ്യൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഒരാളെ എല്ലാ വ്യാഴാഴ്ച അമൽ ചെയ്യാൻ, വ്യാഴാഴ്ച അമൽ ചെയ്യൽ പ്രത്യേക പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ഇബാദത്ത് ബാത്തിലായി. നമ്മൾ ചെയ്യുന്ന അമലുകൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നിശ്ചയിക്കുമ്പോൾ ആ ദിവസത്തിൽ ചെയ്യൽ പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ ദിവസം അള്ളയോ അള്ളാന്റെ റസൂലോ പഠിപ്പിച്ചതാകണം. അല്ലാതെ ഒരു ദിവസം നിശ്ചയിക്കുക, ഒരാൾ തീരുമാനിക്കുകയാണ് എല്ലാ ദിവസവും ഞായറാഴ്ച ഫ്രീ ലീവാണ്, ഞായറാഴ്ച ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഖുർആൻ ഓതും, ഞായറാഴ്ച ഞാൻ ഇന്ന് അമൽ ചെയ്യും എന്ന് നിശ്ചയിച്ചാൽ അത് ബിദ്അത്താണോ? അല്ല. അയാൾക്ക് ഫ്രീ ഞായറാഴ്ച, അതുകൊണ്ടാണ്. എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നുണ്ട്, നീ എല്ലാ ഞായറാഴ്ചയും ഇത് ചെയ്യുന്ന ഒരു ബിദ്അത്താണെന്ന് പറയാൻ പറ്റില്ല. ഞായറാഴ്ച ചെയ്യൽ പുണ്യമുള്ളതാണെന്ന് വിശ്വസിച്ചാൽ ബിദ്അത്തായി. ഫ്രീ ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നാലാമത്തേത് അൽ മക്കാൻ, സ്ഥലം നിശ്ചയിക്കുക. ഇന്ന സ്ഥലത്ത് ഇന്ന ഇബാദത്ത് നിർവഹിക്കൽ പുണ്യമുള്ളതാണ് എന്നുള്ള വിശ്വസിച്ചാൽ, സമസ്തക്കാർ അവർ പറയും ദർഗയിൽ പോയിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. ബിദ്അത്താണ്. ദർഗയിൽ പോയി ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന ഇബാദത്ത് ചെയ്താൽ എന്ന് പറയുമ്പോൾ ആ സ്ഥലം ശറഅ് പഠിപ്പിച്ച സ്ഥലമല്ല എങ്കിൽ ആ സ്ഥലത്ത് വെച്ച് അത് നിർവഹിക്കൽ ബിദ്അത്താണ്. അഞ്ചാമത്തേത് അൽ ജിൻസ്. അഞ്ചാമത്തെ അല്ലേ ജിൻസ്. ശറഅ് പഠിപ്പിച്ചു തന്ന ജിൻസാവണം. ശറഅ് പഠിപ്പിച്ചു തന്ന ജിൻസാവണം. ഇപ്പൊ ശറഅ് എങ്ങനെയാണോ എന്താണോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ ഇബാദത്ത് നിർവഹിക്കണം. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയുന്നത് ഉളുഹിയ്യത്തിന് ഒട്ടകത്തെ, അല്ലെങ്കിൽ മാട് ഒട്ടകം, മാടോ ഒട്ടകമോ ആണ് ഉളുഹിയ്യത്ത് അറക്കേണ്ടത്. ഒരു വലിയ പണക്കാരൻ പറയാണ് നേരത്തെ ഒരുപാട് പൈസ ഉണ്ട്, ഞാൻ ആനയെ അറക്കുന്നത്, ഒരു ഉളുഹിയ്യത്ത് സയ്യാവോ? ഇല്ല. ശറഅ് പഠിപ്പിച്ചെന്ന് ജിൻസല്ല. വേറൊരുത്തൻ പറയാണ് ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ കോഴി അറക്കാം. നമ്മൾക്ക് കോഴിക്ക് എല്ലാവരും കോഴിക്കറിയല്ലേ വെക്കുന്നത്, കോഴി ബിരിയാണിയിൽ വെക്കുന്നത്. ഉളുഹിയ്യത്ത് കോഴി അറുത്ത് കൊടുത്താൽ നല്ലതന്നെ, എല്ലാവർക്കും ചിക്കൻ ബിരിയാണി തിന്നാലോ എന്ന് വിശ്വസിച്ചിട്ട് ചിക്കൻ അറുത്താൽ ഉളുഹിയ്യത്ത് സയ്യാവോ? ഇല്ല, സയ്യാവില്ല. എന്തുകൊണ്ട്?
ഉളുഹിയ്യത്തിന്റെ മൃഗമായി അള്ളയും അള്ളാഹ് റസൂൽ പഠിപ്പിച്ചത് ആടോ മാടോ ഒട്ടകമോ ആണ്. അതല്ലാത്തത് പറ്റില്ല. ജിൻസൊക്കെ എന്ന് പറയും. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? സബബ്, കൈഫിയത്ത്, സമാന്, മക്കാന്, ജിൻസ്. എന്താ ഉള്ളത്? ഒന്നുകൂടി ഉണ്ടല്ലോ, 6 സബബ്, സമാന്, മക്കാന്, കൈഫിയത്ത്, ജിൻസ്, ഖദർ, തോത്, അളവ്, ഖദർ. ശറ നിശ്ചയിച്ചു തന്ന അളവാവണം. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തിന് നമ്മളൊരു അളവ് നിശ്ചയിക്കുന്നുണ്ട് എങ്കിൽ ആ തോതിൽ നിർവഹിക്കൽ ഇബാദത്താണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ആ തോത് ശറ നിശ്ചയിച്ചെന്ന തോതാവണം. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയാറുള്ളത്, നിസ്കാരം 2 റക്അത്താണ്, സുബ്ഹി 2 റക്അത്താണ്. ഒരാൾ പറയാണ്, ഞങ്ങൾക്ക് നല്ല ഉന്മേഷമുണ്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, ലീവാണ്, എവിടെ പോകാനൊന്നുമില്ല, സുബ്ഹി നിസ്കരിച്ചിട്ട് എന്ത് പണിയുള്ള ഒരു പണിയുമില്ല, സുബ്ഹി 4 നിസ്കരിച്ചൊക്കെ പറ്റുമോ? ഇല്ല. അവർക്ക് ധൃതി പോകാനുണ്ടോ? ഇശാ 2 നിസ്കരിച്ചൊക്കെ പറ്റില്ല. ശറ നിശ്ചയിച്ചെന്ന എണ്ണം മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതല്ലാത്തത് എന്ത് ചെയ്യാൻ പാടില്ല, പറ്റില്ല. ശറ നിശ്ചയിച്ച നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തിന്റെ ഒരു തോത് ശറ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ തോത് ആവണം നമ്മൾ നിർവഹിക്കേണ്ടത്. നമ്മളെ വക ഒരു തോത് നിശ്ചയിക്കാൻ പാടില്ല. ഒരാൾ നോമ്പ് ഉച്ചവരെ, എനിക്ക് മഗ്‌രിബ് വരെ നോമ്പ് നോക്കാൻ പറ്റുകയില്ല, അവിടെ ഉച്ചവരെ നോമ്പ് നോക്കുന്നു, നോമ്പ് ചെയ്യാവോ? ഇല്ല. ശറ നിശ്ചയിച്ച തോത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ്. ഈ 6 കാര്യങ്ങൾ ഉലമാക്കൾ എഴുതിയത്, ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനോട് ഒത്തുവന്നാൽ മാത്രമേ നമ്മുടെ അമല് സ്വാലിഹാകുകയുള്ളൂ. ഈ 6 കാര്യങ്ങൾ ശറഇനോട് യോജിച്ച് വന്നാൽ, ഈ 6 കാര്യങ്ങളും ശറ ആകണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് ഈ 6 കാര്യങ്ങൾ എന്തായാലും വരും. ഏത് ഇബാദത്ത് എടുത്ത് നോക്കിയാലും ഈ 6-ൽ 1 ഉണ്ടാവും. ഈ 6-ൽ 1 ശറ പഠിപ്പിച്ചതല്ല എങ്കിൽ അത് ബിദ്അത്തായി മാറും. ഇതൊക്കെ ബിദ്അത്തിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.